അപ്പോൾ ഗായ്സ് ഇത് എങ്ങോട്ടാന്ന് മനസ്സിലായോ? ഞാനും മേമയും മിന്നും ബീച്ചിലോട്ട് പോവാണ് കേട്ടോ ഗായ്സ്. ഞാൻ ഇപ്പൻ്റെ വീട്ടിലായപ്പോൾ മേമ നമ്മളെ കാണാൻ വന്നപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. നമ്മൾ മേമനെ പറഞ്ഞു ബീച്ചിൽ പോവാന്ന് പറഞ്ഞു. അപ്പം മേമ കൊണ്ടുപോയി. എനിക്ക് കടലിൽ കളിക്കാൻ അങ്ങനെ നമ്മളെ വിടലില്ല. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കറങ്ങുന്നൊരു ഒലിയുന്നതിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കളിക്കാൻ. കണ്ട മിന്നൂട്ടി നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഗൈസ്. ഞാനങ്ങനെ 3-4 റൗണ്ടൊക്കെ അടിച്ചിങ്ങനെ വരുന്നുണ്ട്. ഞാനവിടെ കിടന്നിട്ടൊക്കെയാണ് കേട്ടോ ഗൈസ് ഒലിയുന്ന. ലാസ്റ്റ് അവിടെ ഞാൻ വീണു. പിന്നെ നമ്മൾ ഒലിയുന്നതിൽ കയറാൻ പോകണത് മിന്നത് ഒലിയുന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിന്. പിന്നെ നമ്മൾ ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനത്തിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഊഞ്ഞാലിൽ ആടണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അവിടെയൊക്കെ കുട്ടികളായതുകൊണ്ട് പിന്നെ നമ്മൾ കയറിയില്ല. പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. ഇത് കയറ് പോലത്തെ സാധനത്തിൽ അങ്ങനെ പിടിച്ച് കയറുന്നുണ്ട്. പിന്നെ എനിക്ക് അങ്ങോട്ട് തിരിച്ച് വരാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ വന്ന വഴി തന്നെ ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മളെ മെയിൻ സാധനം സീസാണ് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കളിക്കാതെ. പിന്നെ ആളൊക്കെ പോയപ്പോൾ ഞാനും മിന്നുവിന് ആട്ടാൻ തുടങ്ങി കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിനെ. പിന്നെ ആടെ സീറ്റ് കിട്ടിയപ്പോൾ ഞാനും കയറി കുത്തിരുന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം കളിച്ച് പിന്നെ നല്ല വിശപ്പ് ഗൈസ് എന്താണെന്നറിയില്ല. പിന്നെ ആ വിശപ്പൊക്കെ ഞങ്ങൾ സഹിച്ച് നിന്ന് ഞാൻ അവിടെ വേറെ ഏതോ കുട്ടി മാറിയപ്പോൾ ഞാനും കയറിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വലിയ ഊഞ്ഞാലയിൽ എന്നെ ആടുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നല്ല വിശപ്പ്. അപ്പോൾ നമ്മൾ കോളിഫ്ലവറും കാടമുട്ടയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. 3 ബൂസ്റ്റും വാങ്ങിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. ഈ ചൂട് കാലത്ത് തിന്നാൻ യമ്മിയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കാടമുട്ടയായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് കാടമുട്ട എന്ന് വെച്ചാൽ ജീവനാണ്. എൻ്റെ മിന്നുൻ്റെ ജീവൻ കാടമുട്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ എനിക്ക് തിന്നണ കാര്യത്തിൽ കുറച്ച് കൊതിയാണ്. എൻ്റെ പോലെ കൊതിയന്മാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ആദ്യം തന്നെ എൻ്റെ ഫേവറേറ്റ് കാടമുട്ട ഞാൻ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. കാടമുട്ട ഒന്നും പറയാനില്ല ഗായ്സ്. മുളകിൽ മുക്കിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല നാവൊക്കെ എരിയുന്നുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഞാൻ ലാസ്റ്റ് അങ്ങനെ എനിക്ക് നാവ് എരിഞ്ഞിട്ട് എന്താണെന്നറിയില്ല ഗൈസ്. പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയപ്പോഴേക്കും ചായ അല്ല കേട്ടോ ഗൈസ്, ബൂസ്റ്റ് കുടിക്കാൻ പോയപ്പോഴേക്കും എൻ്റെ കൈയൊന്ന് പൊള്ളിപ്പോയിട്ടോ ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞാൻ ചായ കുടിച്ചില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ആ മുളകൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് കാടമുട്ട ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. അതായത് നമ്മൾ കോളിഫ്ലവർ തിന്ന് നോക്കുന്നുണ്ട്. ഞങ്ങളെ പിന്നാലെ കാക്കയുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ കോളിഫ്ലവറൊക്കെ നല്ല സുഖത്തിലിരുന്ന് തിന്നാണ്. നമ്മളൊരു തുള്ളി പോലും മേമ കൊടുത്തില്ല കേട്ടോ ഗൈസ്. മേമ പിന്നെ കാടമുട്ട തിന്ന്, നമ്മൾ അത്ര കാടമുട്ട തിന്നിട്ടില്ല. നല്ല എരിവുണ്ട്, നമ്മളെ നാവൊക്കെ പൊള്ളിക്കിട്ടോ ഗൈസ്. പിന്നെ കോളിഫ്ലവർ എന്താണെന്ന് വെച്ചാൽ ഗൈസ് കാടമുട്ടൻ്റെ കാട്ടി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. കോളിഫ്ലവർ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ ഗൈസ്. അങ്ങനെ മേമ എനിക്ക് തരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാനൊന്ന് തിന്നുകൊണ്ട് കുത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നല്ല ടേസ്റ്റ് കൊണ്ടേക്ക് ഞാൻ കാക്കനെ കാട്ടി പായിപ്പിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്. എനിക്കൊന്നും പറയാനില്ല കേട്ടോ ഗൈസ്. നിങ്ങൾ ഇങ്ങനെ ബീച്ചിൽ വന്നിട്ട് സുഖത്തിലിരുന്ന് തിന്നൊക്കെ. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ സുഖത്തിലിരുന്ന് തിന്നില്ല. പിന്നെ ഞാൻ മേമനെ പറഞ്ഞു, മേമ പള്ളൊന്ന് തിരിയെ നിറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഉപ്പിലിട്ട വാങ്ങിത്തരാൻ പറഞ്ഞു. മേമനെ പിടിച്ച് കൊണ്ടാവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ മേമ നമ്മൾ പറഞ്ഞാലൊക്കെ കേൾക്കതാ. എനിക്ക് വേണ്ടിയിട്ട് ഉപ്പിലിട്ട മാങ്ങയും മിന്നുവിന് പിന്നെ ഉപ്പിലിട്ട വത്തക്കയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ മേമ ഉപ്പിലിട്ട കൈതച്ചക്കയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. കൈതച്ചക്കയും മാങ്ങയും പിന്നെ മിന്നുവിൻ്റെത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഗൈസ്. കണ്ടില്ല, അവളത് വത്തക്കയാണ്. പിന്നെ അവൾ മുളകിട്ട് തിന്നപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. എൻ്റെ
ഗൈസ് മുളകിട്ട് തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരുവിധം കഴിയാനായിട്ടുണ്ട്. അങ്ങനെ അമ്മമ്മക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 കൈതച്ചക്കയും പിന്നെ ഒരു ഇത് മാങ്ങയും വാങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒന്നല്ല നമ്മൾ പിന്നെ ഇത് കക്കിരിയും വത്തക്കയും വാങ്ങി നമ്മളിതാ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി നാളെ തിങ്കളല്ലേ, സ്കൂളിൽ പോകണ്ടേ. അതാലോചിച്ചിട്ട് ഭയങ്കര മടിയാണ് ഗൈസ്. പിന്നെ ശനിയും ഞായർ പിന്നെ കിടന്നുറങ്ങാന്നല്ലാണ്ട് ശനിയും ഏതെങ്കിലും ഒരു സ്കൂളിൽ ലീവായാൽ മതി ഗൈസ്. ഞങ്ങളെ കറക്കം തുടങ്ങിട്ടോ ഗൈസ്. അങ്ങനെ ആശ ബ്ലോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.